നമസ്കാരം. CK ജാനു എഴുതിയ ആത്മകഥയായ അടിമ മക്ക റാറ്റ്സ് ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത് ഈ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 2023 നവംബറിലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. ഇതിപ്പോൾ 2ാം പതിപ്പാണ് ഞാൻ വായിച്ചത്. തികച്ചും സന്തോഷമുള്ള കാര്യമാണ് ഈ പുസ്തകം 2ാം പതിപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ എങ്കിലും 8 മാസം കഴിഞ്ഞിട്ടും 2ാം പതിപ്പിലേ ആയുള്ളൂ എന്നുള്ളത് മലയാളികളായ സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന മലയാളികൾക്ക് ഒരു നല്ല വാർത്തയല്ല, അല്ലെങ്കിൽ മലയാളികളെ കുറിച്ചുള്ളൊരു നല്ല വാർത്തയല്ല. ഇത് കൂടുതൽ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ CK ജാനുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സ്വാഭാവികമായും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 2 പ്രമുഖരായിട്ടുള്ള വനിതാ വിപ്ലവകാരികളാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അത് ഒന്ന് KR ഗൗരിയമ്മ, 2 K അജിത. ഇവർ രണ്ടുപേരെയും കുറിച്ച് ഈ പുസ്തകത്തിന്റെ ജനറൽ എഡിറ്റർ കൂടിയായ കമൽ റാം സജീവ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി, കമൽ റാം സജീവ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇമേജിനെയാണ്, ഒരു മുദ്രാവാക്യത്തെയാണ് ഇവിടെ ജാനുവുമായി ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ KR ഗൗരിയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ അവരോട് രാഷ്ട്രീയ കേരളം ചെയ്ത വഞ്ചനയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന KR ഗൗരിയമ്മയെ അതിൽ നിന്ന് തടഞ്ഞത് കേരളത്തിലെ പുരുഷാധിപത്യ വിപ്ലവ സമൂഹമാണ് എന്ന് നമ്മൾ വിമർശിക്കാറുണ്ട്. KR ഗൗരിയമ്മയെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ലാത്തികൾക്ക് ഒരു ഗർഭം ധരിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അനേകം ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് KR ഗൗരിയമ്മ അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെയാണ് K അജിതയെ കുറിച്ച് പറയുമ്പോൾ അവരെ പോലീസ് പിടികൂടി ബ്ലൗസും പെറ്റിക്കോട്ടും മാത്രം ഇട്ടു നിൽക്കുന്ന, മേശപ്പുറത്ത് കയറ്റി നിർത്തി പത്രക്കാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ പോലീസുകാർ അവതരിപ്പിക്കുന്ന ആ ചിത്രം. ഈ 2 ചിത്രങ്ങളും, ഈ മുദ്രാവാക്യവും ഈ ചിത്രവും സാധാരണ നമ്മൾ കേരളത്തിലെ വിപ്ലവകാരികളായ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരും. എന്നാൽ CK ജാനുവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വാചകങ്ങളോ ഇമേജോ ഒന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറില്ല. പലപ്പോഴും കടന്നു വരുന്നത്, CK ജാനുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കടന്നു വരുന്നത്, CK ജാനു കാർ വാങ്ങിച്ചു, കാർ ഓടിച്ചു, അല്ലെങ്കിൽ CK ജാനു NDAയിലേക്ക് പോയി, ഇപ്പൊ BJPയുടെ ആളാണ് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ മുത്തങ്ങ സമരത്തിനെ തുടർന്ന് അടികൊണ്ട് വീങ്ങിയ മുഖവുമായി നിൽക്കുന്ന, ജീപ്പിലേക്ക് വലിച്ചെറിയപ്പെടുന്ന CK ജാനുവിന്റെ ഒരു ചിത്രമുണ്ട്. പലപ്പോഴും പലരും അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന് പ്രധാനമായ കാരണം CK ജാനു തൻ്റെ കഥ ആദ്യമായി ഇത്രയും വിശദമായി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആദിവാസിയായി അടിയ സമുദായത്തിൽ ജനിച്ച CK ജാനു തൻ്റെ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാതെ പല വീടുകളിലും അടിമപ്പണി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് എങ്ങനെയാണ് ക്രമേണ അവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാവുന്നതെന്നും അതിനെ തുടർന്ന് ആദിവാസി ഗോത്ര മഹാസഭയുടെയും ആദിവാസി മഹാസഭയുടെയും ഒക്കെ നേതൃത്വത്തിലേക്ക് വരുന്നതും അവരുടെ സമരങ്ങളും, ഇതെല്ലാം വളരെ വിശദമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 410 പേജുള്ള ഈ പുസ്തകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ ഓരോ വാക്കും, ഓരോ വരിയും വായിക്കുമ്പോഴോ നമ്മളൊക്കെ എത്ര നിശംസതയാർന്ന മനുഷ്യരാണ് എന്ന് തോന്നിപ്പോകും. കാരണം ആദിവാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ആദിവാസികൾക്ക് വേണ്ടിയോ ഇന്നും നമ്മൾ യാതൊരു വിധത്തിലും ശബ്ദമുയർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മുഖ്യധാര മലയാളികൾ സ്വാഭാവികമായും അനുഭവിക്കുന്ന, നമ്മുടെ അവകാശം എന്ന് പറഞ്ഞ് അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെ അതിൽ നിന്ന് ഡിസ്പോസസ് ചെയ്തിട്ടാണ് നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വലതുപക്ഷ ഇടതുപക്ഷ സർക്കാരുകൾ, കോൺഗ്രസ് നേതൃത്വത്തിലും CPM നേതൃത്വത്തിലുമുള്ള സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടും
കേരളത്തിലെ ആദിവാസികൾക്ക് നൽകേണ്ടുന്ന ഭൂമിയുടെ കാര്യത്തിൽ ഇന്നും ഒരു തീർപ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ പുരോഗമനത്തിന്റെ ഇൻഡെക്സിൽ കേരളം വളരെയധികം മുന്നിൽ നിൽക്കുന്നു എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ആദിവാസികളുടെ കാര്യം വരുമ്പോൾ, നമ്മൾ എന്തുകൊണ്ടും സണ്ണി കപ്പിക്കാട് ഒരിക്കൽ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ സവർണരോട് ജാതിയെക്കുറിച്ച് ആരെങ്കിലും, അവർണ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവർണർക്കെല്ലാം അൽഷൈമേഴ്സ് പിടിപെട്ടതുപോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്ന് സണ്ണി കപ്പിക്കാട് ഒരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പറയുന്ന ഈ അൽഷൈമേഴ്സ് ബാധിക്കുന്നതായി അഭിനയിക്കുന്നത് നമ്മൾ ഒരു മുറിക്കുള്ളിൽ ഒരു ആന നിൽക്കുന്നതിനെ കാണാതിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. മുറിക്കുള്ളിൽ ഒരു ആനയുണ്ട്, ഇത്രയും വലിയൊരു ജീവിയുണ്ട്, പക്ഷെ നമ്മളതിനെ കാണുന്നില്ല. നമ്മുടെ ഇടയിലുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു ഭൗതിക യാഥാർത്ഥ്യം, നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യം, അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. സി കെ ജാനുവിന്റെ കാര്യം പറയുമ്പോഴും ഈ ആദിവാസി പ്രശ്നം ഇത്രയധികം ആറളം ഫാം, മുത്തങ്ങ ഫാം, മുത്തങ്ങ സമരം, നിൽപ്പ് സമരം, ഇങ്ങനെയുള്ള തുടർച്ചയായ ഇല്ലെങ്കിൽ നിരന്തരമായി നടത്തിയ സമരങ്ങളുടെ ഈ കഥകളെല്ലാം അല്ലെങ്കിൽ ഈ അനുഭവ പാഠങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ പോലും നമ്മൾക്ക് എന്തോ അൾഷൈമേഴ്സ് ബാധിച്ചതുപോലെയാണ് മുഖ്യധാര സമൂഹം പ്രവർത്തിക്കുന്നത്. അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ, സ്കൂളുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ആദിവാസികളെയും ഗോത്രവർഗക്കാരെയും ഒക്കെ ഉപമിച്ചിരിക്കുന്ന രീതി. ഇപ്പോഴും ബാംബു ബോയ്സിന്റെ ഒരു എസ്തറ്റിക് സെൻസിലാണ് നമ്മൾ കാണുന്നത്, ആദിവാസികളെ കാണുന്നത് എന്നുള്ള ഒരു പ്രധാന പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അരയിൽ ഇലകൾ വെച്ച് കെട്ടി മരത്തിന്റെ മുകളിലിരുന്ന് അമ്പും വില്ലും എയ്യുന്ന ആളുകളായിട്ടാണ് ആദിവാസികളെ ഇന്ന് ചിത്രീകരിക്കാൻ. ആദിവാസികൾക്കിടയിൽ നിന്ന് IAS-കാരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം ഉള്ള കാര്യം പോലും മറന്നുകൊണ്ടാണ് നമ്മൾ ആദിവാസികളെയും ഗോത്രവർഗക്കാരെയും ചിത്രീകരിക്കുന്നത്. അവർക്ക് അർഹമായ ഭൂമിയിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം, ഗോത്രവർഗക്കാരെയും ആദിവാസികളെയും ഇറക്കി വിട്ടതിന് ശേഷം കുടിയേറ്റക്കാർക്ക്, അത് പിടിച്ചെടുത്ത ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന ഒരു പ്രവണത ഇന്നും തുടർന്നു വരുന്നു. അതിനെതിരെയുള്ള സമരമാണ് സി കെ ജാനുവിന്റെ ജീവിതം. 400 പേജുകളിലുള്ള ഈ പുസ്തകത്തിൽ സി കെ ജാനുവിന്റെ ജീവിതം തീരുന്നില്ല, അത് തുടർച്ചകളാണ്. ഇനി ഈ പുസ്തകത്തിന് നീട്ടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മറ്റ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സി കെ ജാനു ഈ പുസ്തകത്തിനുള്ളിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, ആദിവാസി ഗോത്ര സംസ്കാരത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഓരോ ഗോത്രവും അനുവർത്തിച്ചു വരുന്ന ആചാരങ്ങളെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് അവർ പറയുന്നു. ഇനി മറ്റൊരു സംസ്കാരമുണ്ട്, ശവമടക്ക് എന്നുള്ള അർത്ഥത്തിലുള്ള സംസ്കാരം. കക്കൂസുകളും അടുക്കളയും അടുപ്പും ഒക്കെ തുരന്ന് അവിടെ മരിക്കുന്നവരെ കുഴിച്ചിടേണ്ട അവസ്ഥയിലാണ്, കാരണം സ്വന്തമായി ഭൂമിയില്ല. ഇത് വലിയൊരു വിമർശനം എന്നുള്ള നിലയിൽ വളരെ വേദനകരമായിട്ട് മാത്രമേ, വേദനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ വായിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ ഇന്നും ആദിവാസി കുട്ടികൾ കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെക്കുറിച്ച് സി കെ ജാനു ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വള്ളിയിൽ തൂങ്ങിയാണോ സ്കൂളിലേക്ക് വരുന്നതെന്നും വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ യൂണിഫോം മാറ്റി പച്ചിലയും മരവുരിയുമാണോ ധരിക്കുന്നതെന്ന് ഇപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട് എന്ന് സി കെ ജാനു ഇതിനകത്ത് എഴുതുമ്പോൾ അത് വേദനയോടുകൂടി മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ആർത്തവം, തിരണ്ട് കല്യാണം, പിന്നെ മറ്റാചാരങ്ങൾ, മറ്റ് ദൈവാചാരങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ വളരെ വിശദമായിട്ടും വളരെ മനോഹരമായിട്ടും സി കെ ജാനു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കേരള സമൂഹം സി കെ ജാനു ഡ്രൈവ് ചെയ്താൽ അത് എന്തോ ഒരു വലിയ അപരാധമാണ് എന്നുള്ള കാണുന്നതിനെ കുറിച്ച് സി കെ ജാനു വളരെ വിശദമായിട്ട് വിമർശിക്കുന്നുണ്ട്. പോലീസുകാരുടെ മർദ്ദനം, ഓരോ പ്രാവശ്യവും പോലീസുകാർ പിടിക്കുമ്പോൾ പോലീസുകാർ മർദ്ദിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം തങ്ങളോട് ഒപ്പം നിന്നിട്ടുള്ള ജനസമൂഹത്തെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ വളരെ എന്തുകൊണ്ടും നമ്മൾ വായിച്ചിരിക്കേണ്ട, കേരളത്തിലെ ജനങ്ങൾ, മുഖ്യധാരാ ജനങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. ഈ പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 2ാമത്തെ എഡിഷനേ ഇതായിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ മോശമാണ്. സത്യത്തിൽ ഈ പുസ്തകം
ആവർത്തിച്ച് വായിക്കപ്പെടേണ്ട പുസ്തകമാണ്. KR ഗൗരിയമ്മയുടെയും K. അജിതയുടെയും ഒക്കെ ഒപ്പം നമ്മൾ പറയേണ്ട ഒരു പേരാണ് CK ജാനുവിൻ്റെത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ഒറ്റപ്പെടലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം, കവിത എഴുതാൻ കഴിയാത്തതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഏകാന്തതയാണ് പ്രശ്നം, കൂട്ടുകാരില്ലാത്തതും കൂട്ടുകാരികളില്ലാത്തതും ഒക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഘോരഘോരം എഴുതിവിടുന്ന അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തുവിടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഓരോ വിഷയത്തിലും തമ്മിൽ തല്ലുന്നവർ എല്ലാ ദിവസവും വായിക്കേണ്ട ഒരു പുസ്തകമാണ് അടിമ മക്ക. വായന ഒരു രാഷ്ട്രീയമാണ്. വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളും ഒരു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ CK ജാനുവിൻ്റെ ഈ പുസ്തകം വായിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവൃത്തി കൂടിയാണ്. നന്ദി.